ഇന്ന് രാജ്യത്തിന് മാതൃകയായി മറ്റൊരു പ്രവർത്തനം അല്ലെങ്കിൽ മറ്റൊരു സന്തോഷമുള്ള കാര്യം കേരളത്തിൽ നടന്നു. രാജ്യത്ത് തന്നെ ആദ്യമായി സർക്കാർ ജനറൽ ആശുപത്രിയിൽ നടത്തിയ ഹൃദയമാറ്റ ശസ്ത്രക്രിയ പൂർത്തിയായിരിക്കുകയാണ്. നേപ്പാൾ സ്വദേശിനിയായ 21-കാരിയിൽ കൊല്ലം സ്വദേശിയായ ഷിബുവിന്റെ ഹൃദയം മിടിച്ചു തുടങ്ങി. ജീവന് വേണ്ടിയുള്ള ദുർഗയുടെ നിയമ പോരാട്ടം ഫലം കണ്ടപ്പോൾ പിറന്നത് ചരിത്ര നിമിഷം. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ഷിബുവിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമിക നടപടികൾ തുടങ്ങിയത് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ അതിൻ്റെ പ്രാഥമിക നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്തു. കൃത്യം രാവിലെ 10 മണിക്ക് തന്നെ എറണാകുളത്ത് നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചേരുകയും ചെയ്തു. 11 മണിയോടുകൂടി തന്നെ ശസ്ത്രക്രിയ ആരംഭിച്ചു. 12:45 ഈ ഒരു ശസ്ത്രക്രിയയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാവുകയും ചെയ്തത്. കൃത്യം 1:57 തന്നെ ഡോക്ടർമാരുടെ സംഘം ഈ അവയവവുമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി വാർഡിൻ്റെ ഈ കാണുന്ന ബ്ലോക്കിൻ്റെ ഈ വഴിയിൽ കൂടിയാണ് അവർ അവയവങ്ങളുമായി പുറത്തേക്ക് പോയത്. ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടക്കുന്നത് അത്യപൂർവമായ കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ആരോഗ്യരംഗത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമായൊരു ഘട്ടം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കുറച്ചുകൂടി താഴേക്ക് എയർ ആംബുലൻസ് ഇറങ്ങി വരുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുന്നത്. ഹെലികോപ്റ്റർ അതിൻ്റെ ആ ചിറക് അടിച്ച് ഉയരുകയാണ്. ആ ചരിത്ര നേട്ടത്തിലേക്ക് കുതിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. രണ്ട് 55-നാണ് തിരുവനന്തപുരത്ത് നിന്നും എയർ ആംബുലൻസ് കൊച്ചിയിലെ ഗ്രാൻഡ് ഹയാത്തിലെ ഹെലിപ്പാഡിൽ പറന്നിറങ്ങിയത്. കൃത്യം 3 മണിയോടുകൂടി തന്നെ 46-കാരനായ കൊല്ലം സ്വദേശിയുടെ ഹൃദയം ഇവിടെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. ഉടൻ തന്നെ ശസ്ത്രക്രിയ ആരംഭിക്കുകയും ചെയ്തു. 1.5 മണിക്കൂറാണ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ട സമയം എന്നാണ് എറണാകുളം ജനറൽ ആശുപത്രിയിലെ സൂപ്രണ്ട് അറിയിച്ചിരിക്കുന്നത്. അനുയോജ്യമായ ഹൃദയം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. മറ്റ് പരിശോധനകളൊക്കെ തന്നെ പൂർത്തിയാകുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ആശങ്കയുടെ ഒരു സാഹചര്യം വേണ്ട എന്നാണ് അറിയിച്ചത്. നമ്മളെ മാത്രം ആശ്രയിക്കുന്ന ഒരു രോഗിക്ക് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലൂടെയാണ് നമുക്ക് ഈ സംഭവം എന്ന് പറയുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാം പ്ലാനിങ് കൃത്യമായിരുന്നു. ഇതിലെടുത്തു പറയേണ്ട കാര്യം എന്നത് 21-കാരിയായ നേപ്പാൾ സ്വദേശിയായ ദുർഗ കാമി നടത്തിയ ഒരു നിയമ പോരാട്ടം, ജീവന് വേണ്ടി ജീവിതത്തിന് വേണ്ടി നടത്തിയ നിയമ പോരാട്ടം. അതിൽ നമ്മുടെ നിയമ സംവിധാനവും സർക്കാർ സംവിധാനവും ആരോഗ്യ വിഭാഗവും അങ്ങനെ എല്ലാവരും തന്നെ തുണയായി നിന്ന ഒരു കാഴ്ചയാണ്. Me and my sister got this opportunity to this operation and we come. It's all God's plan. Kerala's people are good. ഏതായാലും കേരളം ഒന്നാകെ ഒരു നേപ്പാൾ സ്വദേശിനിയുടെ ഹൃദയം മിടിക്കാനുള്ള കാത്തിരിപ്പിലാണ്. ജോയ്സിയാറിനൊപ്പം സ്നേഹാമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി, തിരുവനന്തപുരം.